മലയാള ടെലിവിഷനിൽ നിലവിൽ സജീവമായി നിൽക്കുന്ന അവതാരകരിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ആങ്കറാണ് മിഥുൻ രമേശ്. ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന കോമഡി ഉത്സവത്തിന്റെ അവതാരകനായാണ് കുടുംബ പ്രേക്ഷകർക്ക് പോലും മിഥുൻ പ്രിയങ്കരനാകുന്നത്. അവതാരകൻ എന്നതിലുപരി നടനും ആർജെയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമെല്ലാമാണ് മിഥുൻ രമേശ്. മലയാള സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് മിഥുൻ ലൈംലൈറ്റിലേക്ക് എത്തുന്നത്. വെട്ടം, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, റൺവേ തുടങ്ങിയ സിനിമകളിൽ മിഥുന്റെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. ദുബായിൽ കുടുംബസമേതം സെറ്റിൽഡായ മിഥുൻ വളരെ വിരളമായി മാത്രമാണ് സിനിമകളിൽ അഭിനയിക്കുന്നത്. പക്ഷേ ഭാര്യ ലക്ഷ്മിക്കൊപ്പം മിഥുൻ ചെയ്യുന്ന റീലുകളെല്ലാം ഹിറ്റ് വൈറലുകളാണ്. താരങ്ങൾ ചെയ്യുന്ന കോമഡി റീലുകളെല്ലാം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അപ്ലോഡ് ചെയ്യുന്ന സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് അവരുടെ പ്രേക്ഷകരൊക്കെ. എന്നാൽ ഇപ്പോഴിതാ മിഥുൻ ലക്ഷ്മിയോട് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി അതിന് തയ്യാറായില്ലെന്നും ഡിവോഴ്സ് തരില്ല എന്ന് പറഞ്ഞുവെന്ന വാർത്തയുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പക്ഷേ ഒരു ഇന്റർവ്യൂവിൽ തന്റെ ഷോയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഡിവോഴ്സ് ചെയ്യില്ല, ഡിവോഴ്സ് തരൂല എന്നൊക്കെ വളരെ കോമഡിയായിട്ടാണ് മിഥുൻ പറഞ്ഞിരുന്നത്. എന്റെ ഷോ എനിക്ക് തന്നെ കാണാൻ ഇഷ്ടമല്ല, ഇനി അതുകൂടെ അവളുടെ മുന്നിലിരുന്ന് കണ്ടാൽ പിന്നെ ആകെ കഷ്ടമായി പോകും. ഞാൻ കാണാത്തതുകൊണ്ടും അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടും എൻ്റെ ഷോ കാണാൻ എനിക്ക് തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ആണ് എന്നെ ഡിവോഴ്സ് ചെയ്യാത്തത്. അല്ലെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്തേനെ. അല്ലെങ്കിലും ഞാൻ ഡിവോഴ്സ് ആവശ്യപ്പെട്ടാൽ അവൾ തരില്ല എന്നുള്ള രീതിയിലൊക്കെ വളരെ കോമഡിയായിട്ടാണ് മിഥുൻ അതിൽ സംസാരിച്ചിരുന്നത്. എന്നാൽ അത് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിയായിട്ട് മുഴുവനായിട്ട് കേൾക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ഇവരെ അറിയുന്ന ആരാധകർ കമൻ്റായി പറയുന്നത്. വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബജീവിതമാണ് അവരുടേത്. ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് അവരുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യാറുള്ളത്. വളരെ രസകരമായിട്ടാണ് അവർ ഓരോ രണ്ടുപേരുമുള്ള കോമഡി വീഡിയോസൊക്കെ ആരാധകരിലേക്ക് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് മിഥുന്റെ ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ട് ഭാര്യ ലക്ഷ്മി നേർച്ച നേർന്ന പൂർത്തിയാക്കിയതിന്റെ ഒരു സന്തോഷം പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മിഥുൻ രോഗബാധിതനായ നാളുകളിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി തിരുപ്പതിയിൽ പോയി തലമുണ്ടനം ചെയ്യാമെന്നായിരുന്നു അന്ന് ഭാര്യ ലക്ഷ്മി നേർച്ച നേർന്നിരുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ അന്ന് സോഷ്യൽ മീഡിയ വഴി അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യ തന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് തലമുണ്ടനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് മിഥുൻ ഇട്ടിരുന്നു. തന്റെ മകൾക്കൊപ്പമുള്ള ഫോട്ടോയായിരുന്നു അന്ന് പങ്കുവച്ചിരുന്നത്. അന്ന് അതിന്റെ താഴെ ഇമോഷനായിട്ട് കുറിപ്പുകളും ഉണ്ടായിരുന്നു. മൊട്ടൈ ബോസ് ലക്ഷ്മി, എൻ്റെ ബെൽസ് പൾസി പോരാട്ട ദിനങ്ങൾ നിങ്ങളിൽ കുറെ പേർക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നു. അന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ തിരികെ എത്താൻ കഴിഞ്ഞത്. പക്ഷെ എൻ്റെ ഭാര്യ ഒരു ലെവൽ കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നു. ആ അസുഖം മാറാൻ ഭാര്യ നേർന്നതാണ് തിരുപ്പതിയിൽ മുടി കൊടുക്കാൻ. അതിനു വേണ്ടിയായിരുന്നു തല മൊട്ടയടിച്ചിരുന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് ചോദിക്കാൻ കഴിയും? സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും ഈ അസാധാരണ പ്രവൃത്തിക്ക് നന്ദി. സ്നേഹത്തിലൂടെയും പോസിറ്റിവിറ്റിയിലൂടെയുമുള്ള രോഗശാന്തിയിൽ ഞങ്ങളുടെ വിശ്വാസം വീണ്ടും ഉറപ്പിക്കുന്നു എന്നായിരുന്നു കുറിപ്പിൽ മിഥുൻ പറഞ്ഞിരുന്നത്. ലക്ഷ്മിയുടെ പ്രവൃത്തിയെയും ഇരുവരുടെയും സ്നേഹത്തെയും അഭിനന്ദിച്ച് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകളായി അന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്.